ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ് ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. ദേവി മഹാത്മ്യത്തിലെ 8-ാം അധ്യായത്തിലെ രക്തബീജവധം എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 34ഓളം ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ലാസ്റ്റത്തെ ഇത് മാഹേശ്വരി ത്രിശൂലം കൊണ്ടും വൈഷ്ണവി ദേവി ചക്രം കൊണ്ടും ഐന്ദ്രി വജ്ര ആയുധം ഉപയോഗിച്ചും എല്ലാം അസുരന്മാരെ ഉപദ്രവിച്ചു, അവരെയെല്ലാം കൊന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇന്ന് പഠിക്കേണ്ട ഭാഗം ഓരോ ശ്ലോകം എടുത്തിട്ട് അതിൻ്റെ അർത്ഥം പറയാം. ആദ്യത്തെ 35ാമത്തെ ശ്ലോകം. തുണ്ടപ്രഹാരവിധ്വംസ്ത ദംഷ്ട്രാഗ്രക്ഷതവക്ഷസഃ വാരാഹമൂർത്തിയാന്യപതൻ ചക്രേണ ച വിദാരിതാഃ. തുണ്ടപ്രഹാരവിധ്വസ്താഃ ഒരു പദം, ദംഷ്ട്രാഗ്രക്ഷതവക്ഷസഃ രണ്ടാമത്തെ പദം, വാരാഹമൂർത്തിയ ന്യപതൻ ചക്രേണ ച വിദാരിതാഹ. ഇതാണ് വാക്കുകൾ. പ്രഹാരവിധ്വസ്താഹ. തുണ്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ വരാഹമൂർത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ആ വരാഹി ദേവി, അതായത് വരാഹമൂർത്തി മുഖം, തുണ്ടം എന്ന് പറഞ്ഞാൽ മുഖം. നമ്മൾ ആനയുടെ തുണ്ടം എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ. ഇവിടെ വരാഹത്തിൻ്റെ പന്നിയാണല്ലോ, കാട്ടുപന്നി. അപ്പം അതിൻ്റെ മുഖം കൊണ്ട്, അതാണ് തുണ്ടം. തുണ്ടപ്രഹാരം, പ്രഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇടിക്കുക. അപ്പോൾ മുഖം കൊണ്ട് ഇടിച്ച്, വിധ്വസ്താഹ വിശേഷേണ ധ്വംസിക്കുന്നതിനെയാണ് വിധ്വസ്താഹ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ധ്വംസിച്ചു. വിധ്വംസാഹ താഹ, അവരെ അസുരന്മാരെ തുണ്ടം കൊണ്ട് പ്രഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇടിക്കുക എന്നും, വിധ്വംസ എന്ന് പറഞ്ഞാൽ ധ്വംസനം ചെയ്യുക, അതും ഇടിക്കുക കുത്തുക എന്നൊക്കെ പറയും. ധ്വംസിക്കുക എന്ന് പറയും. ദംഷ്ട്രാഗ്രക്ഷതവക്ഷസഃ, ദംഷ്ട്രം പന്നിയല്ലേ. അപ്പം ഈ ദേവിമാർ, വാരാഹി ദേവി, നാരസിംഹി, ശിവദൂതി, ഇനി അടുത്തു വരുന്ന 3 ദേവിമാരും നോൺ വെജാണ്. അവർക്കൊക്കെ ദംഷ്ട്ര കാണും. അപ്പോൾ ആ ദംഷ്ട്രത്തിൻ്റെ അഗ്രം കൊണ്ട് ക്ഷതവക്ഷസഃ, വക്ഷസിനെ ക്ഷതം ചെയ്തു, വക്ഷസിനെ മുറിച്ചു എന്നർത്ഥം. വാരാഹമൂർത്തിയ ന്യപതൻ. അപ്പം കൂടാതെ ഈ ചക്രേണ ച വിദാരിതാഹ, ചക്രം കൊണ്ട് മുറിഞ്ഞത് വക്ഷത്തോടുകൂടിയും ചക്രം കൊണ്ട് പിളർക്കപ്പെട്ടതുമായ ആ അസുരന്മാരെയൊക്കെ കൊന്നു എന്നർത്ഥം. തുണ്ടപ്രഹാരവിധ്വസ്താഹ ദംഷ്ട്രാഗ്രക്ഷതവക്ഷസഃ വാരാഹമൂർത്തിയാന്യപതൻ ചക്രേണ ച വിദാരിതാഹ. വിദാരിതം എന്ന് പറഞ്ഞാൽ പിളർക്കുക എന്നർത്ഥം. ചക്രം കൊണ്ട് കഷണിക്കുക, കഷണങ്ങളാക്കി അല്ലേ. ചക്രം കൊണ്ട് വിദാരിത എന്ന് പറഞ്ഞാൽ പിളർക്കപ്പെട്ടു എന്നാണ്. പിളർക്കപ്പെടുക, കഷണിക്കുക, കട്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ ശ്ലോകം വിധ്വംസ്താഹ ദംഷ്ട്രാഗ്രക്ഷതവക്ഷസഃ വാരാഹമൂർത്തിയ നപതൻ ചക്രേണ ച വിദാരിതാഹ. ഇവിടെ
ഈ വരാഹമൂർത്തി ശ്രീ വരാഹമൂർത്തിയുടെ തുണ്ടപ്രഹരം കൊണ്ട് ദൂരെ തെറിച്ചു വീണു അസുരന്മാർ. ദംഷ്ട്രാഗ്രമേറ്റ് നെഞ്ചു പിളർന്നു, ചക്രായുധം കൊണ്ട് കഷണിച്ചു. അങ്ങനെയൊക്കെ അസുരന്മാർ മരിച്ചു വീണു. അപ്പോൾ കുറേ അസുരന്മാരെ ഈ ദേവിമാരിങ്ങനെയൊക്കെ കൊന്നു എന്ന് അർത്ഥം. വരാഹമൂർത്തി. അടുത്തത് വിഷ്ണു ഇതാണല്ലോ, അതുകൊണ്ടാണ് ചക്രം കയ്യിലുള്ളത്. ചക്രം കാണും, ദംഷ്ട്രയൊക്കെയുണ്ട് വരാഹമൂർത്തി ഇതിന്. പിന്നെ മഹാവിഷ്ണുവിൻ്റെ എല്ലാ ആയുധങ്ങളും കാണും ദേവിയുടെ അടുത്ത്. അടുത്തത് നഖൈർവിദാരിതാംശ്ച അന്യാൻ ഭക്ഷയന്തി മഹാസുരാൻ നാരസിംഹി ചചാരാജൗ നാദാപൂർണിത ദിഗംബര. ഇവിടെ നഖൈഹി വിദാരിതാൻ ച അന്യാൻ, അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നഖൈർവിദാരിതാംശ്ച അന്യാൻ എന്ന് വരുന്നത്. നഖൈഹി വിദാരിതാൻ ച അന്യാൻ ഭക്ഷയന്തി മഹാസുരാൻ നാരസിംഹി ചചാര. ചചാര എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക എന്നർത്ഥം. ആജൗ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ. അപ്പോൾ ആ യുദ്ധത്തിൽ സഞ്ചരിച്ചു. ആ യുദ്ധഭൂമിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു, ഓടി നടന്നു. ആര്? നാരസിംഹി ദേവി. എങ്ങനെയാണ് നടന്നതെന്നാണ് നാദാപൂർണ ദിഗംബര. ദിക്കെന്ന് പറഞ്ഞാൽ ദിക്കുകൾ, അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പോൾ ദിഗംബര എന്ന് പറഞ്ഞാലോ 8 ദിക്കുകളെയും ആകാശത്തെയും മാറ്റൊലിക്കൊള്ളിച്ചുകൊണ്ട് നാരസിംഹി ദേവി ആ യുദ്ധഭൂമിയിൽ സഞ്ചരിച്ചു എന്നർത്ഥം. ചചാരാജയൊന്നും അല്ല കേട്ടോ, ചചാര ആജൗ എന്നാണ്. അതൊന്നിച്ച് പറയുമ്പം ചചാരാജൗ എന്ന് പറയും. അപ്പം നഖം കൊണ്ട് പിളർന്നു, ചിലരെയൊക്കെ ഭക്ഷിച്ചു തീർത്തു. നോൺ വെജ് ആണല്ലോ, നാരസിംഹി ദേവിയല്ലേ. പിന്നെ മഹാസുരന്മാരെ അട്ടഹസിച്ച് പേടിപ്പിച്ചു. അതാണ് നാദാപൂർണ ദിഗംബര. അട്ടഹസിക്കുക, അവരൊക്കെ അട്ടഹസിച്ചു. അവരുടെ ആ അട്ടഹാസം കൊണ്ട് ആകാശവും ദിക്കുകളും എല്ലാം ആറ്റൊലിക്കൊണ്ടു എന്നർത്ഥം. അപ്പം ഈ ശ്ലോകം നഖൈർവിദാരിതാൻശ്ചാന്യാൻ ഭക്ഷയന്തി മഹാസുരാൻ നാരസിംഹി ചചാരാജൗ നാദാപൂർണ ദിഗംബര. അതായത് നാരസിംഹി മൂർത്തി തൻ്റെ ശബ്ദനാദം കൊണ്ട് ദിഗ്മുഖങ്ങളിൽ മുഴക്കമുണ്ടാക്കിയും നഖങ്ങളെ കൊണ്ട് അസുരന്മാരെ പിളർന്നു ഭക്ഷിച്ചും ആ യുദ്ധഭൂമിയിൽ സഞ്ചരിച്ചു എന്ന് ടോട്ടലർത്ഥം. അടുത്ത ശ്ലോകം ചണ്ഡാട്ടഹാസൈരസുരാഹ ശിവദൂത്യഭിദൂഷിതാഹ പേതുർവിദാരിതാ ഭൂമൗ താം ചകാധാദസാ തദാ. ചണ്ഡ അട്ടഹാസൈഃ അസുരാഹ ശിവദൂതി അഭിദൂഷിതാഹ. ശിവദൂതി അഭി, ഈ പ്ലസ് ആ വന്നപ്പോൾ അത് ഈയായി മാറി ശിവദൂത്യഭിദൂഷിത എന്നായി. പേതുഹു വിദാരിത ഭൂമൗ താൻ ച ഖാദാത്. ഖാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക എന്നർത്ഥം. ഖാദ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഖാദാത് എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചു. സാ തഥ. തഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ, സാ എന്ന് പറഞ്ഞാൽ അവൾ. ആരാ അവൾ? ആ ശിവദൂതി എന്ന ദേവി. ശിവദൂതിയും നോൺ വെജാണ്. അപ്പോൾ എല്ലാവരെയും പിടിച്ച് ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞ? ചണ്ഡ അട്ടഹാസം. ചണ്ഡ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വലിയത്, വർദ്ധിച്ചത്, അല്ലെങ്കിൽ എന്താ അതിന് പറയുന്നത്? ഘോര അട്ടഹാസം എന്ന് പറയില്ല, അത് തന്നെ. ഭയങ്കര അട്ടഹാസം കൊണ്ട്, ആ അട്ടഹാസങ്ങളാൽ അസുരന്മാരെ ശിവദൂതി ദേവി എന്തു ചെയ്തു? അസുരന്മാരെയെല്ലാം പേടിപ്പിച്ചു. ദൂഷിത എന്ന് പറഞ്ഞാൽ അവരെ ഭയപ്പെടുത്തി, മോഹാലസ്യപ്പെട്ടു വീണു എന്നർത്ഥം. പിന്നെ ചിലർ പേതു എന്ന് പറഞ്ഞാൽ പതിക്കുക, വീഴുക. വിദാരിത പിളർക്കപ്പെട്ട് ഭൂമിയിൽ താൻ എന്ന് പറഞ്ഞാൽ അവർ. ചഖാദ് അഥ സാതത
ഈ ശിവദൂതി ദേവി അട്ടഹസിച്ച് ആ ഒച്ച കേട്ടിട്ട് അസുരന്മാരെല്ലാം കുറേ പേരൊക്കെ ഭൂമിയിൽ വീണു, മറ്റുള്ളവരെല്ലാം മോഹാലസ്യപ്പെട്ടു. ഈ വീണ ആൾക്കാരെ എല്ലാം പെറുക്കി ശിവദൂതി ദേവി ഭക്ഷിച്ചു. അതാണ് ഇവിടെ ഇത് പറഞ്ഞത്. ചണ്ഡാട്ടഹാസൈരസുരാഹ ശിവദൂത്യാഭി വിഭീഷിത എന്നുകൊണ്ട് ചിലയിടത്ത്. വിഭീഷിത എന്ന് പറഞ്ഞാൽ വിശേഷേണ ഭീഷണി ചെയ്തു എന്ന് പേടിപ്പിച്ചു എന്ന്. ഇവിടെ അഭിദൂഷിത എന്നും ചിലയിടത്തുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. പേടിപ്പിച്ചു, ഭയപ്പെടുത്തി വീഴിച്ചു എന്ന്. പേതുഹു പൃഥിവിയും ഭൂമിയും ഒന്ന് തന്നെയാണ് പര്യായം. ചില പുസ്തകത്തിൽ പൃഥ്വി എന്ന് കാണും, ചിലതിൽ ഭൂമോ കാണും. അപ്പം നിങ്ങളുടെ പുസ്തകത്തിൽ എന്താണോ അത് നിങ്ങൾ വായിക്കുക. താം ചകാധാത, ഇവിടെ താൻ എന്ന് താൻ ചകാധാത് എന്ന് പറഞ്ഞാൽ അത് ഒന്നിച്ച് പറയുമ്പം താം ചക ഷായുടെ ഇത് വരും, സന്ധി നിയമാണത്. അപ്പോൾ അവൾ ഭക്ഷിച്ചു. അപ്പോൾ ശിവദൂതി ചണ്ടങ്ങളായ അട്ടഹാസങ്ങളെ കൊണ്ട് ഭയപ്പെടുത്തി അനേക അസുരന്മാരെ താഴെ വീഴ്ത്തുകയും അവരെ അപ്പോൾ തന്നെ ഭക്ഷിക്കുകയും ചെയ്തു, പെറുക്കി തിന്നുകയും ചെയ്തു എന്നർത്ഥം. ചണ്ഡാട്ടഹാസൈരസുരാഹ ശിവദൂത്യഭിദൂഷിതാഹ പേതുർവിദാരിതാ ഭൂമൗ താം ചകാദാദസാത്തതാം. അടുത്ത ശ്ലോകം. ഇതി മാതൃഗണം ക്രുദ്ധം മർദ്ദയന്തം മഹാസുരാൻ ദൃഷ്ട്വാപ്യുപായൈർവിവിധൈഃ നേശുർദേവാരി സൈനികാഃ. ഇത് ഒരു ഇതാണ്. ദൃഷ്ട്വാഭിः ഉപായൈः വിവിധൈः നേശുഃ ദേവാരി സൈനികാഃ. ഇതി മാതൃഗണം ക്രുദ്ധം ക്രോധിച്ചത്, ക്രോധിതരായിട്ട്. മാതൃഗണം, ഇവിടെ എത്ര അമ്മമാർ എത്ര ദേവിമാരുണ്ട്? ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പോൾ 10 പേരും ഉണ്ടല്ലോ അല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു ആരൊക്കെയാണ്. സപ്തമാതൃക്കളും ചണ്ഡികാദേവിയും പിന്നെ ആരൊക്കെയാണ്? ചാമുണ്ട അല്ലേ, കാളി, ശിവദൂതി എന്നൊക്കെ പറഞ്ഞ് 10 പേര്. ആ 10 പേരെയാണ് ഇവിടെ മാതൃഗണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് മാതൃഗണം ക്രോധിതരായിട്ട് മർദ്ദയന്തം മഹാസുരന്മാരെ പീഡിപ്പിച്ചു. എന്നിട്ടോ ആ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് ദൃഷ്ട്വാ അഭ്യുപായൈർ വിവിധൈർ നേശുർ ദേവാരി സൈനികാഹ എന്ന് പറഞ്ഞാൽ ആ സൈനികം ദേവാരി സൈനികം, ദേവന്മാരുടെ അരികളായ ആ അസുര സൈനികന്മാരെല്ലാവരും ചിലരൊക്കെ നശിച്ചു. നേശു എന്ന് പറഞ്ഞാൽ നശിച്ചു. ഇതി മാതൃഗണം ക്രുദ്ധം മർദ്ദയന്തം മഹാസുരാൻ ദൃഷ്ട്വാപ്യുപായൈർവിവിധൈഃ നേശുർദേവാരി സൈനികാഃ. പല ഉപായങ്ങളെ കൊണ്ട്, അതാണ് വിവിധൈ ഉപായൈർ എന്ന് പറഞ്ഞത്. പല ഉപായങ്ങളെ കൊണ്ട് ദേവന്മാരുടെ ശത്രുക്കളായ അസുരന്മാരെ നശിപ്പിച്ചു എന്ന അർത്ഥം. ഇവിടെ നേശു എന്ന് പറഞ്ഞാൽ അവർക്ക് ശക്തിയില്ലാത്തവരായി തീർന്നു, അവരെ നശിപ്പിച്ചു എന്നർത്ഥം. ഇതി മാതൃഗണം ക്രുദ്ധം മർദ്ദയന്തം മഹാസുരാൻ ദൃഷ്ട്വാപ്യുപായൈർ വിവിധൈർനേശുർദേവാരി സൈനികാഃ. ഒരൊറ്റ പദാണ് ദൃഷ്ട്വാഭ്യുപായൈർ വിവിധൈർനേശുർദേവാരി സൈനികാഃ. ഇനി പിരിക്കണം, മുഴുവനും ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ദൃഷ്ട്വാഭ്യുപായൈർ വിവിധൈഃ അവിടെ വിസർഗം ചേർത്ത് പിരിക്കുക. എന്നിട്ട് നേശുർദേവാരി സൈനികാഃ. അപ്പം നായേ വരൂ, നേന്നേ വരുള്ളൂ. ഇനി ഒന്നിച്ച് വായിക്കുവാണെങ്കിൽ വിവിധൈർനേശു, ആ നായ വിസർഗം പ്ലസ് എ വന്നപ്പം അല്ലെങ്കിൽ എന്നുള്ള അക്ഷരം വന്നപ്പോൾ അവിടെ അത് ഇന്നായായി മാറി. നെയ്ശൂർന്ന് ഇന്ന അങ്ങനെ.
ഇതി മാതൃഗണം ക്രുദ്ധം മർദ്ദയന്തം മഹാസുരാൻ ദൃഷ്ടാപ്യുപായൈർവിവിധൈർനീഷു ദേവാരി സൈനികാഃ. ക്രുദ്ധരായി തീർന്ന മാതൃഗണത്തെയും അവരുടെ മർദ്ദനം അനുഭവിക്കുന്ന അസുരന്മാരെയും കണ്ടിട്ട് ശേഷിച്ച അസുരന്മാരൊക്കെ, അതായത് ബാക്കിയുള്ളവരെല്ലാം നശിച്ചുപോയി, നശിച്ചു എന്നർത്ഥം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, പലായന പരാൻ ദൃഷ്ട്വാ ദൈത്യാൻ മാതൃഗണാർദ്ദിതാൻ യോദ്ധും അഭ്യായയൗ ക്രുദ്ധോ രക്തബീജോ മഹാസുരഃ. പലായനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുക. അപ്പോൾ ഓടിപ്പോകുന്നവരായി കണ്ടിട്ട് ദൃഷ്ട്വാ ദൈത്യന്മാരെ മാതൃഗണാർദ്ദിതൻ, അതായത് ഈ മാതൃഗണങ്ങളാൽ അർദ്ദിതരെന്ന് പറഞ്ഞാൽ പീഡിതരായ അസുരന്മാർ, ബാക്കിയുള്ളവർ ഓടിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഓടുന്നവരായി കണ്ടിട്ട് യോദ്ധും അഭ്യായയൗ ആയയൗ എന്ന് പറഞ്ഞാൽ യോദ്ധും ആയയൗ എന്നാണ്. അപ്പം യുദ്ധത്തിനായി വന്നു ചേർന്നു. ആയയൗ എന്ന് പറഞ്ഞാൽ വന്നു ചേർന്നു. ക്രുദ്ധോ രക്തബീജോ മഹാസുര. ആരാ വന്നത്? രക്തബീജൻ എന്ന മഹാസുരൻ. രക്തബീജൻ എന്ന മഹാസുരൻ ഈ ഓടിപ്പോകുന്ന സൈന്യങ്ങളെ, ദൈവന്മാരെല്ലാവരും കൂടി മർദ്ദിച്ച് പീഡിപ്പിച്ച് ഓടിച്ചു വിട്ട, അവരെയെല്ലാം കണ്ട് പേടിച്ച് ഓടിയ പലായന പരാൻ ഓടിപ്പോകുന്നവരെ കണ്ടിട്ട് ഈ രക്തബീജൻ എന്ന മഹാസുരൻ ക്രോധിതനായി യുദ്ധത്തിനായി വന്നു ചേർന്നു എന്നർത്ഥം. പലായന പരാൻ ദൃഷ്ട്വ കണ്ടിട്ട്, ദൈത്യാൻ അസുരന്മാർ, മാതൃഗണാർദ്ദിതാൻ മാതൃഗണങ്ങളാൽ അർദ്ദിതരായ, അർദ്ദിതരെന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടവരായ. അപ്പം മാതൃഗണങ്ങളാൽ പീഡിപ്പിക്കുന്ന അസുരന്മാർ എന്നർത്ഥം. അവർ പലായന വരാൻ ദൃഷ്ടം, അപ്പം ഓടിപ്പോകുന്നത് കണ്ടിട്ട് യോദ്ധും അഭ്യായയൗ ക്രുദ്ധനായ ആ രക്തബീജൻ, ആ മഹാസുരനായ രക്തബീജൻ യുദ്ധത്തിനായിക്കൊണ്ട് വന്നു ചേർന്നു എന്ന് അർത്ഥം. പലായന പരാൻ ദൃഷ്ട്വാ ദൈത്യാൻ മാതൃഗണാർദ്ദിതാൻ യോദ്ധുമഭ്യായയൗ ക്രുദ്ധോ രക്തബീജോ മഹാസുരഃ. മാതൃഗണങ്ങളുടെ മർദ്ദനമേറ്റ് അസുരന്മാർ ഓടിയൊളിക്കുന്നത് കണ്ടിട്ട് രക്തബീജൻ എന്ന അസുരൻ കോപാവിഷ്ടനായി തീർന്ന് മാതൃഗണത്തോട് യുദ്ധം ചെയ്യുവാനായി പുറപ്പെട്ടു, വന്നു ചേർന്നു. ആയയൗ. അടുത്ത ശ്ലോകം, രക്തബിന്ദുർയഥാ ഭൂമൗ പതത്യസ്യ ശരീരതഃ സമുൽപതതി മേദിന്യാഃ തത്പ്രമാണോ മഹാസുരഃ. രക്തബിന്ദുർയഥാ ഭൂമൗ പതത്യസ്യ ശരീരതഃ സമുത്പതതി മേദിന്യാഃ തത്പ്രമാണോ മഹാസുരഃ. രക്തബിന്ദുഃ യഥാ ഭൂമൗ, ഭൂമിയിൽ രക്തബിന്ദു, രക്തത്തുള്ളികൾ, അതായത് രക്തബീജൻ്റെ രക്തത്തുള്ളികളൊക്കെ എവിടെയൊക്കെ ഭൂമിയിൽ പതിക്കുന്നുവോ, സമുത്പതതി പതിക്കുന്നത്, മേദിന്യാഹ, മേദിന്യ എന്ന് പറഞ്ഞാൽ ഭൂമി, മേദിനി ഭൂമി, എല്ലാം ഭൂമിയുടെ പര്യായമാണ് അല്ലേ. മേദിനി എന്ന മേധസ് വീണതുകൊണ്ട് മേദിനി എന്ന് പേരുണ്ടായി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തത്പ്രമാണോ മഹാസുരഃ. ആ മഹാസുരനെ പോലെ തന്നെ മുൻപുണ്ടായിരുന്ന അതേ രൂപത്തിൽ സമമായി അതേപോലെ തന്നെ ആ രക്തബീജനെ പോലെ തന്നെയുള്ള അസുരന്മാരുണ്ടാകുന്നു ഓരോ തുള്ളി രക്തത്തിന്. അതായത് ഈ രക്തബീജൻ ശുംഭനിശുംഭന്മാരുടെ ഭാഗിനേയനാണ്. ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മകൻ. ആ ശുംഭനിശുംഭന്മാരുടെ സഹോദരിയുടെ പേര് എവിടെയുണ്ട്, ക്രോധവതി എന്ന്. ക്രോധവതിയുടെ പുത്രനാണ് ഈ
രക്തബീജൻ. മഹാവീര്യവാനും ബലവാനും പരാക്രമിയും ഒക്കെയാണ് രക്തബീജൻ. ഭയങ്കരനായ അസുരനാണ്. ആ അസുരൻ അവൻ്റെ രക്തം, ഓരോ തുള്ളി രക്തം താഴെ വീഴുമ്പോഴും ആ തുള്ളികളിൽ നിന്ന് ഓരോ രക്തബീജന്മാരുണ്ടായി വരും. സെയിം അവനെപ്പോലെ തന്നെയുള്ള അസുരൻ ഉണ്ടായി വരും. അത് ഒരു മാഹാത്മ്യമാണ്. അയാൾക്ക് കിട്ടിയ ഒരു എന്തോ അനുഗ്രഹം, എന്തു പറയാം, അങ്ങനെ അത് മാഹാത്മ്യം അയാളുടെ. അപ്പോൾ ഇവിടെ രക്തബിന്ദുരി യഥാഭൂമൗ പതത്യസ്യ, പതതി അസ്യ പതത്യസ്യ, പതതി ഈ പ്ലസ് ആ വന്നപ്പോൾ അത് ഈ ആയി മാറി പതത്യസ്യ എന്ന് പറഞ്ഞു. അവൻ്റെ, ആ പതിക്കുന്നവൻ്റെ എന്നർത്ഥം. ശരീരത്തിൽ നിന്ന് സമുൽപതതി ഓരോ തുള്ളി രക്തവും മേദിന്യ അല്ലെങ്കിൽ ഭൂമിയിൽ പതിക്കുന്ന ഓരോ തുള്ളി രക്തത്തുള്ളിക്കും ഓരോ അസുരൻ വീതം, ഓരോ രക്തബീജൻ വീതം ഉണ്ടായിക്കൊണ്ടിരുന്നു. തത്പ്രമാണൈ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ സമമായിട്ടുള്ളതെന്നർത്ഥം. അപ്പോൾ രക്തബീജൻ എന്ന ഈ അസുരൻ്റെ ശരീരത്തിൽ നിന്ന് രക്തബിന്ദു ഭൂമിയിൽ പതിച്ചാലുടൻ അവനെ പോലെയുള്ള ഒരു അസുരൻ ജനിക്കുന്നുവെന്ന് ഈ ഒരു മാഹാത്മ്യം ഈ രക്തബീജന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൊറോണ ഒരാൾക്ക് വന്നാൽ എല്ലാവർക്കും വരില്ലായിരുന്നോ? അതേപോലെ തന്നെ ഒരു കൊറോണയാണ് ഈ രക്തബീജൻ. ഓരോ തുള്ളി രക്തം എവിടെയെങ്കിലും താഴെ വീണാൽ അവനെപ്പോലെ തന്നെയുള്ള ഒരു അസുരൻ ജനിക്കും. അങ്ങനെ. അപ്പം ഇത് മുഴുവനും ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ടൊന്നുകൂടെ അർത്ഥം പറയാം. തുണ്ടപ്രഹാര വിധ്വസ്താഹ ദംഷ്ട്രാഗ്രക്ഷത വക്ഷസഹ വാരാഹമൂർത്തിയാന്യപദം ചക്രേണ ച വിദാരിതാഹ. ശ്രീ വരാഹമൂർത്തിയുടെ തുണ്ടപ്രഹരം കൊണ്ട് ദൂരത്തെറിച്ചും ദംഷ്ട്രാഗ്രമേറ്റ് നെഞ്ചു വിളർന്നും ചക്രായുധം കൊണ്ട് കഷണിച്ചു അസുരന്മാർ ഭൂമിയിൽ മരിച്ചു വീണു. നഖൈർവിദാരിതാംശ്ചാന്യാൻ ഭക്ഷയന്തി മഹാസുരാൻ നാരസിംഹി ചചാരാജൗ നാദാപൂർണദിഗംബര. നഖൈർവിദാരിതാംശ്ചാന്യാൻ, വിദാരിതാൻ ച അന്യാനാണ്, വിദാരിതാംശ്ചാന്യാൻ. ഭക്ഷയന്തി മഹാസുരാൻ നാരസിംഹി ചചാരാജൗ നാദാപൂരിതദിങ്മുഖ. ചചാര ആജൗ ആണ്, ചചാരാജൗ. നാരസിംഹി മൂർത്തി തൻ്റെ ശബ്ദനാമം കൊണ്ട്, അട്ടഹാസം കൊണ്ട് ദിങ്മുഖങ്ങളിൽ മുഴക്കമുണ്ടാക്കിയും നഖങ്ങളെ കൊണ്ട് അസുരന്മാരെ പിളർന്നു ഭക്ഷിച്ചും ആ യുദ്ധഭൂമിയിൽ സഞ്ചരിച്ചു എന്നർത്ഥം. അടുത്ത ശ്ലോകം. ചണ്ഡാട്ടഹാസൈരസുരാഹ ശിവദൂത്യഭിദൂഷിതാഹ പേതുർവിദാരിതാ ഭൂമൗ താം ചകാദ സാതതാം. ചണ്ഡാട്ടഹാസൈരസുരാഹ ശിവദൂത്യഭിദൂഷിതാഹ പേതുർവിദാരിതാ ഭൂമൗ താൻ ചകാദ സാതതാ. ഈ താൻ ഖാദാത് അഥ, താൻ ച ഖാദാത് അഥ, താം ചകാദാത സാ തഥ. സാ എന്ന് പറഞ്ഞാൽ അവൾ, തഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ. അപ്പോൾ ശിവദൂതി ചണ്ഡങ്ങളായ അട്ടഹാസങ്ങൾ കൊണ്ട് ഭയപ്പെടുത്തി അനേക അസുരന്മാരെ താഴെ വീഴ്ത്തുകയും അവരെ അപ്പോൾ തന്നെ ഭക്ഷിക്കുകയും ചെയ്തു. പേതുഹു എന്ന് പറഞ്ഞാൽ പതിച്ചു എന്നർത്ഥം. ശിവദൂതി എന്ന ആ ദേവി. ദൂഷിത എന്നൊക്കെ പറഞ്ഞത് ഇവിടെ പേടിപ്പിക്കുക, അതായത് ഭയപ്പെടുത്തി വീഴ്ത്തി. ആ ഒച്ച കേട്ട് പേടിച്ചു പോയി ഭൂമി മോഹാലസ്യപ്പെട്ട് വീണു. അതാണ് ഇവിടെ പറഞ്ഞ പേതുഹു, പതിച്ചു എന്നർത്ഥം. അടുത്ത ശ്ലോകം. ഇതി മാതൃഗണം ക്രുദ്ധം മർദ്ദയന്തം മഹാസുരാൻ ദൃഷ്ട്വാപ്യുപായൈർവിവിധൈഃ നേശുർദേവാരി സൈനികാഃ. ഇവിടെ ഇതി മാതൃഗണം, ഇപ്രകാരം ക്രോധിതരായ, ക്രുദ്ധരായി
തീർന്നിരിക്കുന്ന മാതൃഗണത്തെയും അവരുടെ മർദ്ദനാനുഭവിക്കുന്ന അസുരന്മാരെയും കണ്ടിട്ട് ശേഷിച്ച അസുര സൈന്യങ്ങൾ ഓരോ ഉപായം പറഞ്ഞ് നശിക്കുകയും ചെയ്തു, ഓടിപ്പോവുകയും ചെയ്തു. അത് അടുത്ത ഇതിലാണ് ഓടിപ്പോണത്. അപ്പം നശിച്ചു എന്ന്, ആ സൈന്യമെല്ലാം നശിച്ചു പോയി, അല്ലെങ്കിൽ ഭരിക്കാൻ ശക്തിയില്ലാത്തവരായി തീർന്നു എന്നൊക്കെ നേശുവിനർത്ഥം. നേശുഹു നാ ഈശുഹു എന്നെടുത്താൽ ഈശിക്കാൻ, ഭരിക്കാൻ, ഈശിക്കാൻ പറഞ്ഞാൽ ഭരിക്കുക, ഭരിക്കാൻ ശക്തരല്ലാതായി എന്ന നേശു എന്നൊരർത്ഥം. നശിച്ചു എന്നും അർത്ഥം എടുക്കാം. അടുത്ത ശ്ലോകം കൂടെ കൂടുമ്പോൾ ഓടുന്നവരായി, ഓരോരോ ഉപായങ്ങൾ പറഞ്ഞ് വിവിധ ഉപായൈർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പല ഉപായങ്ങളെ കൊണ്ട് നശിപ്പിച്ചു എന്ന്. പലായനപരാൻ ദൃഷ്ട്വാ ദൈത്യാൻ മാതൃഗണാർദ്ദിതാൻ യോദ്ധുമഭ്യായയൗ ക്രുദ്ധോ ആയയൗ എന്ന് പറഞ്ഞാൽ വന്നു ചേരുക, യുദ്ധത്തിനായിക്കൊണ്ട് രക്തബീജോ മഹാസുരഹ മാതൃഗണങ്ങളുടെ മർദ്ദനമേറ്റ അസുരന്മാർ ഓടിയൊളിക്കുന്നത് കണ്ടിട്ട് രക്തബീജൻ എന്ന അസുരൻ കോപിഷ്ഠനായി തീർന്ന് മാതൃഗണത്തോട് യുദ്ധം ചെയ്യുവാനായി പുറപ്പെട്ടു. രക്തബിന്ദുര്യഥാ ഭൂമൗ പതത്യസ്യ ശരീരത സമുൽപതതി മേദിന്യാഹ തത്പ്രമാണോ മഹാസുരഹ. രക്തബീജൻ എന്ന ഈ അസുരൻ്റെ ശരീരത്തിൽ നിന്ന് രക്തബിന്ദു ഭൂമിയിൽ പതിച്ചാൽ ഉടൻ അവനെ പോലെയുള്ള ഒരു അസുരൻ ജനിക്കുന്നു എന്ന മാഹാത്മ്യം ഈ രക്തബീജാസുരനുണ്ട്. അപ്പം അയാൾ ചില്ലറക്കാരനൊന്നും അല്ലായിരുന്നു, ഭയങ്കര കഴിവുള്ളവനായിരുന്നു എന്നർത്ഥം. ഇനി മുഴുവനൊന്നും കൂടി വായിച്ചു തരാം. തുണ്ടപ്രഹാര വിധ്വസ്താഹ ദംഷ്ട്രാഗ്രക്ഷത വക്ഷസഹ വാരാഹമൂർത്തിയാനപതൻ ചക്രേണ ച വിദാരിതാഹ നഖൈർവിദാരിതാംശ്ചാന്യാൻ ഭക്ഷയന്തി മഹാസുരാൻ നാരസിംഹീ ചചാരാജൗ നാദാപൂർണദിഗംബര ചണ്ഡാട്ടഹാസൈരസുരാഹ ശിവദൂത്യവിദൂഷിതാഹ പേതുർവിദാരിതാ ഭൂമൗ താം ശകാദാഥ സത്തദാ ഇതി മാതൃഗണം ക്രുദ്ധം മർദ്ദയന്തം മഹാസുരാൻ ദൃഷ്ട്വാഭ്യുപായൈർവിവിധൈർനൈശുർദേവാരി സൈനികാഹ പലായനപരാൻ ദൃഷ്ട്വാ ദൈത്യാൻ മാതൃഗണാർദ്ദിതാൻ യോദ്ധുമഭ്യായയൗ ക്രുദ്ധോ രക്തബീജോ മഹാസുരഹ രക്തബിന്ദുര്യഥാ ഭൂമൗ പതത്യസ്യ ച ശരീരത സമുൽപതതി മേദിന്യാഹ തത്പ്രമാണോ മഹാസുരാഹ. ഹരി ഓം. സർവം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹന